കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഒരു നിർണായക കൂടിക്കാഴ്ച അമേരിക്കയിൽ നടക്കുന്നതിന്റെ വിവരം. അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ആ കൂടിക്കാഴ്ചയിൽ സൈനിക മേധാവി അസീം മുനീറും ഉണ്ടായിരുന്നു. അതിൻ്റെ വലിയ ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ ദൃശ്യങ്ങൾ വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ, ഓവൽ ഹൗസിൽ ആണ് ഈ കൂടിക്കാഴ്ച നടന്നത്. വളരെ ഊഷ്മളമായ ബന്ധം, മഹത്തായ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഈ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഊഷ്മളമായ സൗഹൃദം പുറത്തേക്ക് ആ മെസ്സേജ് നൽകുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ റിസൾട്ട് എന്ന കാര്യത്തിൽ യാതൊരു വിവരങ്ങളും പുറത്തു വരുന്നില്ല എന്നതാണ്. നേതാക്കന്മാരെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു എന്നതിനപ്പുറം എന്തൊക്കെ വിഷയങ്ങളിൽ ചർച്ച നടന്നെന്നോ, എന്തൊക്കെ തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു എന്നോ, ഏതൊക്കെ രീതിയിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുമെന്നോ മുന്നോട്ട് കൊണ്ടുപോകുമെന്നോ ഉള്ള ഒരു വ്യക്തതയും മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നതാണ് ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ നിലയിൽ രാഷ്ട്രതലവന്മാർ കണ്ടാൽ അതിനുശേഷം ഇരു രാഷ്ട്രതലവന്മാരും മാധ്യമങ്ങളെ കാണുകയും അങ്ങനത്തെ ബ്രീഫിംഗ് നടത്തുകയും കൃത്യമായി വിവരങ്ങൾ പറയുകയും മാധ്യമങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള വിവരങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അത്തരം നീക്കങ്ങളൊന്നും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ കൂടിക്കാഴ്ചയിലെ ചർച്ച ചെയ്ത വിഷയങ്ങൾ, അതിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള തീരുമാനങ്ങളൊക്കെയും ഇപ്പോഴും ദുരൂഹമാണ് അല്ലെങ്കിൽ രഹസ്യമാണ് എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ കൂടിക്കാഴ്ചയുടെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. 2019 ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ നേരിൽ കാണുന്നു വൈറ്റ് ഹൗസിൽ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ പ്രത്യേകത. 2019 ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിനു മുൻപ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത്. അതിനുശേഷം വലിയ രീതിയിൽ ഒരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. ടെലഫോണിക് സംഭാഷണങ്ങൾ പോലും നടന്നിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. പിന്നീടുണ്ടായിരുന്നത് ട്രംപുമായി അസീം മുനീർ അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അവിടെ എത്തിയ വിരുന്നിൽ പങ്കെടുത്ത കാര്യമാണ്. അത് സാധാരണയുള്ള എല്ലാ തരത്തിലുമുള്ള ശൈലികൾക്കും വിരുദ്ധമായിരുന്നു ഒരു സൈനിക മേധാവിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയെന്നത്. എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും വ്യാപാരം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. പാകിസ്ഥാന് ചില ഉറപ്പുകൾ ലഭിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ട്രംപ് പാകിസ്ഥാനെ കൂടുതൽ ചേർത്ത് നിർത്തുന്നു എന്നത് വളരെ വ്യക്തമാണ്. അതിൻ്റെ സന്ദേശം ഇതിനു മുൻപ് പലതവണ ട്രംപ് നൽകിയിട്ടുള്ളതാണ്. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനെ ഈ ഭീകരതയുടെ സ്പോൺസർമാർ എന്ന് പറഞ്ഞുകൊണ്ട് അകറ്റി നിർത്തിയിരുന്നു അമേരിക്ക കുറച്ചൊക്കെ. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി പാകിസ്ഥാനെ ഒപ്പം നിർത്തുന്ന സമീപനത്തിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ട്രംപിനെ സംബന്ധിച്ച് അവിടെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ കൂടി ട്രംപിനുണ്ട്. അവിടുത്തെ ധാതുലവണങ്ങൾ, ഖനികൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ബിസിനസ് താല്പര്യങ്ങൾ ട്രംപിനുണ്ട്. ട്രംപും മക്കളും ഒപ്പം തന്നെ സുഹൃത്തും ഉൾപ്പെടുന്ന ക്രിപ്റ്റോ കറൻസി വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് സംരംഭം അവിടെ ശക്തിപ്പെടുത്തേണ്ടത് ട്രംപിൻ്റെ കൂടി ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകും സ്വാഭാവികമായും എന്ന് കരുതപ്പെടുന്നു. ട്രംപിന് നൊബേൽ സമ്മാനം എന്നൊരാഗ്രഹമുണ്ട്. അതിന് പാകിസ്ഥാൻ ട്രംപിനെ നിർദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ട്രംപിൻ്റെ ആവശ്യങ്ങൾക്കൊത്തു തുള്ളുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ പാകിസ്ഥാനെ ഒപ്പം നിർത്തുന്നത് ട്രംപിനെ സംബന്ധിച്ച് അല്പം ഗുണമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് അത് ചെയ്യുന്നു, അവരെ ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തുന്നു. അത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയുമായി പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടാകേണ്ടത് അവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ട്രംപിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നു. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇടപെട്ടു എന്ന പച്ചക്കള്ളം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾക്ക് അത് തള്ളിപ്പറയേണ്ടി വന്നു. ഇഷാഖ് ഘർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മറ്റൊരു രാഷ്ട്രത്തിൻ്റെയും ഇടപെടൽ ഇന്ത്യ അനുവദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും ട്രംപിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായ ചില പ്രതികരണങ്ങൾ പാകിസ്ഥാനിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. ഒപ്പം തന്നെ നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുന്നതുൾപ്പെടെയുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചും അവിടെ ചില താല്പര്യങ്ങളുണ്ട്. പാകിസ്ഥാനുമായി ചില രഹസ്യ ഇടപാടുകൾ ട്രംപിനെ സംബന്ധിച്ചുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ അതിനെ ആ സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് തന്നെ
വീണ്ടും അസിം മുനീറുമായി ഒരു കൂടിക്കാഴ്ച വൈറ്റ് ഹൗസിൽ നടക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കുന്നു. മികച്ച നേതാക്കൾ എന്ന് പ്രശംസിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നു. ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മഹത്തായ 2 നേതാക്കൾ വരുന്നുണ്ട് എന്ന് ട്രംപ് പറയുകയും അവരെ ആ രീതിയിൽ വിശേഷിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ കഴിയുന്ന സാഹചര്യം ട്രംപ് സൃഷ്ടിക്കുകയും ചെയ്തത്. പക്ഷേ ഈ 2 നേതാക്കന്മാർക്കും 1 മണിക്കൂറോളം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു എന്ന സാഹചര്യമൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് 1 മണിക്കൂറിലേറെ സമയം കാത്തിരിക്കേണ്ടി വരുന്നു. സാധാരണ അത്തരം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് അങ്ങനെ സമയം വൈകുന്നതൊന്നും സാധാരണയല്ല. പക്ഷേ അവർക്ക് അങ്ങനെ ഇരിക്കേണ്ടി വന്നു ഓവൽ ഓഫീസിന് മുന്നിൽ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രംപ് മഹത്തായ 2 നേതാക്കൾ വരുന്നു എന്ന അഭിസംബോധനയോടുകൂടിയാണ് ഈ കൂടിക്കാഴ്ചയിലേക്ക് പോകുന്നത്. പിന്നീട് മുറിയടച്ചിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. പക്ഷേ അതിലെന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ സൂക്ഷ്മമായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനുമായി തുടരുന്ന ബന്ധത്തിൽ വന്നിട്ടുള്ള കാലുഷ്യം, ഒപ്പം തന്നെ പാകിസ്ഥാൻ അമേരിക്കയുമായി ശക്തമായ ഒരു ബന്ധത്തിലേക്ക് എത്തുന്നത്, അമേരിക്ക ഇന്ത്യക്ക് മേൽ നടപടികൾ കർശനമാക്കുന്നതൊക്കെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി ഇന്ത്യൻ അതോറിറ്റികൾ നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഒരുപക്ഷെ തീരുമാനമായി തന്നെ വരും മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് ഉടലെടുത്തിട്ടുള്ള തീരുമാനങ്ങളെന്ന് അറിയാം. അല്ലെങ്കിൽ ട്രംപിൻ്റെ തന്നെ വാക്കുകളിലൂടെ അത് പുറത്തു വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ചർച്ചകൾ ഇന്ത്യയെ സംബന്ധിച്ച് അത്ര സുഖകരമല്ല. ട്രംപ് മോദി കൂടിക്കാഴ്ചയൊക്കെ നടക്കാനിരിക്കുന്നു എന്ന് കരുതുന്നു. ട്രംപ് തന്നെ അതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും പാകിസ്ഥാനുമായി ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സന്ദേശം അമേരിക്ക അടിക്കടി നൽകുന്നത് അസിം മുനീറുമായിട്ടൊക്കെ നടക്കുന്ന ഈ പരിധി വിട്ടുള്ള കൂടിക്കാഴ്ചയും ആശയവിനിമയങ്ങളും ഇന്ത്യയെ സംബന്ധിച്ച് എന്തായാലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ്.